ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ആക്കാൻ വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. എഡിറ്റ് ആക്കി തീരാത്തോണ്ട് അത് ഇന്നത്തേക്ക് എത്തി. എല്ലാരും മറന്നുപോയോ? അപ്പോൾ വീഡിയോ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഈ വീഡിയോയിൽ ഗീവ് അവേന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇതിന്റെ റൂൾസ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ വീഡിയോയുടെ താഴെയായിരിക്കണം നിങ്ങൾ കമന്റ്സ് ഒക്കെ ഇടുന്നത്. ആൻഡ് അതിൽ നിന്നായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ആക്കുന്നത്. ആ സെലക്ട് ആക്കിയ വിന്നറിനെ നെക്സ്റ്റ് സാറ്റർഡേ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ മൊത്തത്തിൽ ഞാൻ കൺഫ്യൂഷനായി ഇതെങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത്. കാരണം ഓരോ കമന്റ്സ് കാണുമ്പോഴും എല്ലാവർക്കും കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത്. ആൻഡ് ഇതെല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കുന്നില്ല, കാരണം ബാക്കിയുള്ളവരും ഡിസപ്പോയിന്റഡ് ആവരുതല്ലോ. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഐറ്റം. ഇതൊരു 60 കളേഴ്സ് ഉള്ള ഡ്യുവൽ പെൻ ബ്രഷ് ഡ്യുവൽ ടിപ്പ് ബ്രഷ് പെൻ സെറ്റാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ സംഭവമാണ് നമ്മളെ ഫസ്റ്റത്തെ ഐറ്റം. നല്ല കളേഴ്സ് ഒക്കെ ഉള്ള ഒരു സെറ്റാണ് കേട്ടോ ഇത്. ഇതിന്റെ രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സൈഡിൽ ബ്രഷ് പെൻ പോലെ, മറ്റേ സൈഡിൽ നമ്മളെ നോർമൽ പെന്ന് പോലെയാണ്. അത് ഓപ്പൺ ആക്കി കാണിച്ചു തരാൻ എനിക്ക് മറന്നുപോയി. ഇതിലിപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വിന്നറിന് ഈ 4 ഗിഫ്റ്റും കൊടുക്കാന്നായിരുന്നു. പിന്നെ ഇത്രയും കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ പ്ലാൻ നൈസായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. 2 വിന്നറിന് 2 ഗിഫ്റ്റ്സ് വെച്ചിട്ട് കൊടുക്കാന്നാണ് നമ്മളെ ടോപ്പ് കമന്റർ കൂടാതെ. സോ ഞാൻ നേരത്തെ കാണിച്ച ബ്രഷ് പെൻ സെറ്റും ഈ ഒരു സെറ്റുമാണ് നമ്മളെ ഫസ്റ്റ് വിന്നർക്കുള്ളത്. ഈ ഒരു പെന്നിന്റെ സെറ്റിൽ ഒരു 4-5 ഐറ്റംസ് ഉണ്ട്. സ്കൂളിലൊക്കെ പോകുന്നവരാണെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആവും. ഫസ്റ്റ് തന്നെ ഒരു ഇറേസർ ഉണ്ട്. ആൻഡ് ഇത് ഞാൻ ഫസ്റ്റ് ഒരു ഷാർപ്പനർ എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇതൊരു ടാപ്പോ അല്ലെങ്കിൽ കറക്ടർ പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ടോ അത്. നെക്സ്റ്റ് ഒരു പെന്നുണ്ട്. ഏതാ കളർ എന്ന് എനിക്കറിയില്ല, ഞാനിത് ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല. ആൻഡ് ഒരു പെൻസിൽ ഉണ്ട്. പിന്നെ പല കളേഴ്സിലുള്ള ഒരു പെന്നുണ്ട്. ഒരു പർപ്പിൾ കളർ മാർക്കർ ഉണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് ആ ഒരു പാക്കിലുള്ളത്. ആൻഡ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ബ്രഷ് പെൻ സെറ്റും ഈ ഒരു സെറ്റുമാണ് നമ്മളെ ഫസ്റ്റ് വിന്നർക്കുള്ളത്. സോ ഇനി നമ്മളെ സെക്കൻഡ് വിന്നർക്കുള്ള ഗിഫ്റ്റാണിത്. ഇതൊരു ജേർണിംഗ് സെറ്റാണ്. സോ ഇത് ജേർണിംഗ് ഒക്കെ ചെയ്യുന്ന ആർക്കെങ്കിലും തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് ഇതുപോലത്തെ ഒന്ന് ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളില്ല. ഇതിൻ്റെ ഒരു ചെറിയ പാക്ക് ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. സോ അത് വന്നിട്ട് അത് വെച്ചിട്ടുള്ള ജേർണിംഗ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ റൂൾസ് എന്താണെന്ന് പറയാം. റൂൾസ് എന്ന് പറയാനൊന്നുമില്ല. ഈ ഒരു വീഡിയോയുടെ താഴെ ആയിരിക്കണം നിങ്ങൾ കമന്റ്സ്. അതന്നെ ഒരുപാട് കമന്റ്സ് ഒന്നും ഇടാൻ വേണ്ട, ജസ്റ്റ് ഒരു കമന്റ്. അതായത് ഇപ്പോൾ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാനുള്ള റീസണോ അല്ലെങ്കിൽ സ്കൂൾ മെമ്മറീസോ ഫ്രണ്ട്സിനായിട്ടുള്ള നല്ല എന്തെങ്കിലും മെമ്മറീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു കമന്റ്. പിന്നെ കുറച്ച് ചാനൽസിലൊക്കെ ഞാൻ ഗീവ് അവേന്റെ റൂൾസ് കണ്ട് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമന്റ് ഇടാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ചെയ്താലോ എന്ന് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട. കമന്റ് ഇടുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതാണ് ഗീവ് അവേന്റെ റൂൾസ് എന്ന് പറഞ്ഞത്. കുറെ കമന്റ്സ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ, വാല്യുബിൾ ആയ ഒറ്റൊന്നും. ഇനി നമ്മളെ സെക്കൻഡ് വിന്നർക്കുള്ള സെക്കൻഡ് ഗിഫ്റ്റ് ആണ്. ഇത് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. ഇതിന്റെ ഒന്ന് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. സോ അതിന്റെ പോലത്തെ ഒന്നാണ്. ആൻഡ് ഫൈനലി നമ്മളെ ടോപ്പ് കമന്റർക്കുള്ള ഗിഫ്റ്റ്. ഇത് ഒരു 12 പീസുള്ള ക്ലേൻ്റെ സെറ്റാണ്. അതും ഈ ഒരു ഇറേസറിൻ്റെ സെറ്റുമാണ് നമ്മളെ ടോപ്പ് കമന്റർക്കുള്ളത്. ഈ ഇറേസറിൻ്റെ സെറ്റിൽ ഓൾറെഡി ഒരു ഇറേസർ ഉണ്ട്. അത് കൂടാതെ 2 എക്സ്ട്രാ അതിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞത്. ആൻഡ് ഞാൻ കുറേ കമന്റ്സ് ഒക്കെ കണ്ട് എന്നാ ഇനി നാട്ടിലേക്ക് നിന്ന് ഇൻഷാ അല്ലാഹ് ഈ August 1 ഞാൻ നാട്ടിലെത്തും. നാട്ടിൽ വന്നിട്ട് എനിക്ക് തന്നെ പാക്ക് ചെയ്ത് എനിക്ക് തന്നെ ഗിഫ്റ്റ്സ് ഒക്കെ അയക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യാനുള്ള കാരണം. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളെ നെക്സ്റ്റ് മന്ത് ടോപ്പ് കമന്റർക്കുള്ള ഗിഫ്റ്റും കൂടെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് ചെറുതായി. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒക്കെ ബൈ.